ഏവർക്കും ഒരിക്കൽ കൂടെ അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും അനാരോഗ്യത്തെക്കുറിച്ചും ശരീരം പല സൂചനകളും നൽകാറുണ്ട്. അതിലൊന്നാണ് മൂത്രത്തിന്റെ നിറം. നിർജ്ജലീകരണം മുതൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ മൂത്രത്തിന്റെ നിറം നോക്കി മനസ്സിലാക്കാം. മൂത്രത്തിന്റെ നിറവ്യത്യാസങ്ങളും അതിലൂടെ വ്യക്തമാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. വെള്ളം കുടിക്കുന്നതും മൂത്രമൊഴിക്കുന്നതും എല്ലാം സാധാരണ ശാരീരിക പ്രക്രിയകൾ ഒന്നാണ്. എന്നാൽ പലപ്പോഴും മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തിന്റെ നിറം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കാരണം മൂത്രമൊഴിക്കുമ്പോൾ അതിന്റെ നിറത്തിലുള്ള മാറ്റം പറയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച്. പ്രത്യേകിച്ചും കിഡ്നി പ്രവർത്തനരഹിതമായിരിക്കുകയാണോ അതോ പ്രവർത്തനക്ഷമമാണോ എന്നൊക്കെ നമുക്ക് മൂത്രത്തിന്റെ നിറവ്യത്യാസത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു കണ്ടെത്തലാണ്. പലപ്പോഴും രോഗങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് പുറത്തേക്ക് വരുന്നത്. ലക്ഷണങ്ങൾ പലതും ശരീരം കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചാണ് പലരും മുന്നോട്ട് നീങ്ങുന്നത്. മൂത്രത്തിന്റെ നിറവ്യത്യാസങ്ങളും അതിലൂടെ വ്യക്തമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. നിറമില്ലാത്ത മൂത്രം. വെള്ളം പോലെ പ്രത്യേകിച്ച് നിറമില്ലാതെ കാണപ്പെടുന്ന മൂത്രം ശരീരത്തിന് ആവശ്യത്തിന് ജലാംശമുണ്ട് എന്ന് തെളിവാണ്. ശരീരത്തിലെ ദ്രാവക നില സന്തുലിതമാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. മതിയായ ജലാംശം ശരീരത്തിൽ ഉള്ളതുകൊണ്ട് വൃക്കയുടെ പ്രവർത്തനം ശരിയായി നടക്കുകയും ശരീരത്തിൽ നിന്നും വിഷാംശം യഥാവധി പുറം തള്ളുകയും ചെയ്യുന്നു. പക്ഷേ മൂത്രത്തിന്റെ നിറം വളരെ സുതാര്യമാണെങ്കിൽ അത് വെള്ളം ആവശ്യത്തിൽ കൂടുതൽ കുടിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇളം മഞ്ഞ മൂത്രം. ഇളം മഞ്ഞ നിറത്തിലുള്ള മൂത്രം മതിയായ ജലാംശം ശരീരത്തിൽ ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. ശരീരം ദ്രവങ്ങളെ ശരിയായ വിധം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും സന്തുലിതമായ ജലാംശം ശരീരത്തിലുണ്ടെന്നുമാണ് ഇതിനർത്ഥം. വൃക്കകളുടെ പ്രവർത്തനം ശരിയായ വിധത്തിലാണെന്നും ശരീരത്തിൽ നിന്നും വിസർജനം വേണ്ട വിധത്തിൽ പുറം തള്ളപ്പെടുന്നുവെന്നും ഇതിനെ സൂചിപ്പിക്കുന്നു. കടും മഞ്ഞ നിറം. കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം നേരിയ തോതിലുള്ള നിർജ്ജലീകരണമാണ് സൂചിപ്പിക്കുന്നത്. ശരീരത്തിന് കൂടുതൽ ജലാംശം ആവശ്യമാണെന്നും കൂടുതൽ വെള്ളവും പാനീയങ്ങളും കുടിക്കണമെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത്. മൂത്രത്തിൽ വിസർജ്യ വസ്തുക്കളുടെ അളവ് കൂടുതലാകുന്നതാണ് കടുത്ത മഞ്ഞ നിറത്തിന്റെ കാരണം. കൂടുതൽ വെള്ളം കുടിക്കുന്നതിലൂടെ മൂത്രത്തിന്റെ നിറം ഇളം നിറമാകും. ചുവന്ന നിറം. മൂത്രത്തിൽ ചുവപ്പ് നിറം വന്നാൽ വളരെ ശ്രദ്ധിക്കണം. രക്തത്തിന്റെ സാന്നിധ്യമാണ് മൂത്രത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണം. മൂത്രാശയ അണുബാധ, മൂത്രത്തിക്കല്ല് തുടങ്ങി വളരെ ശ്രദ്ധ ആവശ്യമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓറഞ്ച് നിറം. നിർജ്ജലീകരണം കൊണ്ടോ ചില ഭക്ഷണങ്ങളോ വൈറ്റമിൻ സപ്ലിമെന്റുകളോ മരുന്നുകളോ അധികമാവുന്നത് കൊണ്ടോ മൂത്രത്തിൽ ഓറഞ്ച് നിറം വരാം. വിട്ടുമാറാത്ത തരത്തിൽ മൂത്രത്തിന് ഓറഞ്ച് നിറമുണ്ടെങ്കിൽ അത് കരളിനും പിത്തനാളിക്കും ഉണ്ടാകുന്ന തകരാറിന്റെ സൂചനയാകാം. പലപ്പോഴും ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അതിഭീകരമായ രീതിയിൽ നിങ്ങളിൽ നിർജ്ജലീകരണം ഉണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. കരളിന്റെ ആരോഗ്യം കൃത്യമല്ലെന്ന് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് പലപ്പോഴും മൂത്രത്തിന്റെ ഈ നിറമാറ്റം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണം എന്നത് തന്നെയാണ്. നീല അല്ലെങ്കിൽ പച്ച നിറം. നീല അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മൂത്രം വളരെ അപൂർവമാണ്. ഭക്ഷണത്തിലെ നിറം അല്ലെങ്കിൽ ചില മരുന്നുകൾ എന്നിവ കൊണ്ടാണ് മൂത്രത്തിന് ഈ നിറം വരുന്നത്. ഇതുപോലെ പുറത്തു നിന്നുള്ള വസ്തുക്കൾ കൊണ്ട് അല്ലെങ്കിൽ അപൂർവ രോഗാവസ്ഥകളുടെ സൂചനയാകാം. അപൂർവമായാണെങ്കിലും ഇത്തരം അവസ്ഥകൾ പലരിലും ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും നിങ്ങളിൽ മൂത്രനാളിയിലെ ഇൻഫെക്ഷൻ ആണ് എന്നതിന്റെ സൂചനയാണ്. ഇത്തരം അവസ്ഥകളെ തരണം ചെയ്യാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൂടാതെ കൃത്യമായ രോഗനിർണയം നടത്തുന്നതിന് ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമാണ്. ബ്രൗൺ അല്ലെങ്കിൽ കടുത്ത നിറം. ബ്രൗൺ നിറത്തിലോ കടും നിറത്തിലോ ഉള്ള മൂത്രം കടുത്ത നിർജ്ജലീകരണത്തിന്റെ സൂചനയാണ്. അല്ലെങ്കിൽ കരൾ, വൃക്ക രോഗങ്ങളുടെ സൂചനയാകാം. ചില ഭക്ഷണങ്ങളും മരുന്നുകളും കഴിച്ചാലും മൂത്രത്തിൽ ബ്രൗൺ നിറം ഉണ്ടാകും. തെളിച്ചമില്ലാത്ത മൂത്രം. മൂത്രം ക്ലിയർ അല്ലെങ്കിൽ അത് ബാക്ടീരിയ, ശ്വേതരക്താണുക്കൾ, ക്രിസ്റ്റലുകൾ എന്നിവയുടെ സാന്നിധ്യമാകാം സൂചിപ്പിക്കുന്നത്. മൂത്രാശയ അണുബാധയും മൂത്രത്തിൽ കല്ലും ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. മൂത്രത്തിലെ പത. മൂത്രത്തിൽ പത കാണപ്പെടുന്നത് പലപ്പോഴും പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും സൂചനയാണ്. ഇതിന്റെ പ്രധാന കാരണം നിങ്ങളുടെ വൃക്കകൾ പ്രതിസന്ധിയിലാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോട്ടീൻ കൂടുതലാണ് എന്നുണ്ടെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമാകുന്നു. എന്നാൽ ഇത് പിന്നീടും ഭാവിയിൽ തുടർന്ന് പോരുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അനാരോഗ്യമുണ്ടെന്നും നിങ്ങളുടെ വൃക്കകൾ പ്രതിസന്ധിയിലാണ് എന്നതിന്റെയും സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മൂത്രത്തിൽ പതയുണ്ടാകുന്നത് നിർജ്ജലീകരണം കൊണ്ടുമാകാം. സ്ഥിരമായി മൂത്രത്തിൽ മഞ്ഞ നിറം ഉണ്ടെങ്കിൽ പ്രോട്ടീനൂറിയ എന്ന അസുഖത്തിന്റെ സൂചനയുമാകാം. മൂത്രത്തിൽ അധിക പ്രോട്ടീൻ ഉള്ള അവസ്ഥയാണ് ഇത്. ഇത് വൃക്കകളുടെ ആരോഗ്യത്തെയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെയോ സൂചനയാകാം. വെള്ള നിറം. പാൽ പോലെയോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലോ ഉള്ള മൂത്രം കൈലൂറിയ എന്ന അവസ്ഥയാണ്.
കൊഴുപ്പ് കൂടുതലുള്ള ലിംഫാറ്റിക് ദ്രവത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് മൂത്രത്തിൽ വെള്ള നിറം വരുന്നത്. വൃക്കരോഗമോ ലിംഫുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ ആണ് ഇതിന് കാരണം. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.